ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഏട്ടൻ വന്ന പാട് നമ്മളൊരു ഓട്ടം വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ ഗായ്സ്. ക്ലിനിക്കിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് നല്ല ജലദോഷവും പനിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണിക്കാൻ തിരിച്ച് വന്നതാണ്. നമ്മുടെ വണ്ടി പണി തന്നിട്ട് വർക്ക്ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള. മുട്ടിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ മദർ മെഡിക്കെയറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി അവിടെ പോയി ചീട്ടെല്ലാം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അധികം തിരക്കൊന്നുമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്കാണ് നിൽക്കാനൊന്നും വയ്യാണ്ട്, എനിക്ക് കിടക്കാൻ തന്നെ തോന്നുന്നത്. എന്തോ ഭാഗ്യത്തിന് ആളുകൾ കുറവായിരുന്നു. വേഗം വന്നപാട് തന്നെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്നെല്ലാം മേടിച്ചു, ആവിയെല്ലാം പിടിച്ചോളാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ട് മരുന്നെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ട്. അവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ അപ്പൂന് കുറവുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവന്. അപ്പോഴാണ് ഞാൻ സൈഡായത് കേട്ടോ. ഇനി കുഞ്ഞുനും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന വഴി മൂത്തമ്മൻ്റെ അവിടെ കയറിയിട്ട് നമ്മൾ ആവി പിടിക്കുന്ന ആ മിഷ്യൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പം മൂത്തമ്മ എന്തോ പാത്രത്തിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മരുന്നാണെങ്കിൽ അത്യാവശ്യം നല്ലോണം കുടിക്കാനുണ്ടായിരുന്നു. എനിക്ക് മരുന്ന് കുടിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മടിയുള്ള പരിപാടിയാണ്. ഞാൻ എങ്ങനെയെങ്കിലും പനിയൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആവിയൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നടക്കാറ്. ഇതാണെങ്കിൽ ഒരു ലോഡ് മരുന്നുണ്ട്. എനിക്ക് മരുന്ന് കുടിക്കൽ ഭയങ്കര മടിയാണ് ഗൈസ്. പിന്നെ ഇനി കുടിച്ചേ പറ്റുള്ളൂ, കാരണം അത്രയ്ക്ക് സൈഡായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. നമ്മൾ കുറച്ച് അരിയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വേഗം വേവുന്ന അരി വാങ്ങിയതാണ്. ഇവിടുത്തെ അരിക്ക് ഭയങ്കര വേവ് ഗൈസ്. അപ്പോൾ ഗ്യാസ് മുതലാവുന്നേ ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് വേവുന്ന അരി നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ് മൂത്തമ്മ പാത്രത്തിലാക്കി തന്നത് ഇങ്ങനത്തെ ഒരു മുട്ടപ്പേരിയാണ് കേട്ടോ. ഇത് മീനിൻ്റെ മുട്ടയാണ്, എന്തോ ഒരു വലിയ മീനിൻ്റെ മുട്ടയാണ്. അതങ്ങനെ ഉപ്പേരി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് മൂത്തമ്മ പാത്രത്തിലൊക്കെ ആക്കി തന്നതാണ്. പിന്നെ ഇനി അടുത്ത പരിപാടി ആവി പിടിക്കലാണ്. ആവി പിടിക്കുന്നതിൽ ആ വെള്ളത്തിലേക്ക് കുറച്ച് എന്തോ ഒരു 2 തുള്ളി മരുന്ന് ഉറ്റിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉറ്റിച്ചിട്ട് പിന്നെ ആവിയെല്ലാം വന്ന് ഞാൻ നന്നായിട്ട് ആവി പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നോട് പറഞ്ഞു നല്ലോണം ആവി പിടിച്ചിട്ട് ആ മരുന്ന് ഉറ്റിച്ച് ആവി പിടിച്ചതിന് ശേഷം മൂക്കൊന്ന് തുറക്കും, അപ്പോൾ മൂക്കിലിട്ടിക്കുന്ന മരുന്ന് ഉറ്റിച്ചിട്ട് മരുന്നെല്ലാം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ നല്ല രീതിയിൽ ആവിയെല്ലാം പിടിച്ച് നന്നായിട്ട് വിയർത്ത് മൂക്കെല്ലാം തുറന്നു വന്ന് ഗൈസ്. നല്ലൊരു സുഖം ആവി പിടിച്ചു കഴിഞ്ഞപ്പോട്ടോ. പിന്നെ എൻ്റെ മൂക്കിന് ചെറുതായിട്ടൊരു വളവുണ്ട് ഗൈസ്. അത് എനിക്ക് ഫീൽ ചെയ്തിട്ട് കുറേ ആയിട്ടോ. ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, അവർക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഡോക്ടർക്ക് ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായി, കാരണം അലർജിയൊക്കെ ആയി മൂക്കൊന്ന് കാണിക്കാൻ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു വളവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൂക്ക് കൂടെ നമുക്ക്, എനിക്ക് ശ്വാസമൊക്കെ എടുക്കാൻ മറ്റേ മൂക്ക് കൂടെ അധികം പറ്റില്ല, ചെറിയൊരു ഹോളാണുള്ളൂ. ഇപ്പുറത്ത് കൂടെ നല്ലോണം ശ്വാസമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ അലർജിയും കൂടെ വരുമ്പോൾ എന്താവും, നല്ലോണം പെടും, കാരണം ഒരു മൂക്ക് തുറക്കുകയില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ആവി പിടിച്ചിട്ട് മൂക്കിലിരിക്കുന്ന മരുന്നൊക്കെ ഉറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ആവിയെല്ലാം പിടിച്ച്. അപ്പോഴത്തേക്ക് അമ്മ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കക്കരി ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് മൂക്കിൽ മരുന്നുറ്റിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഒരാൾ കണ്ണിൽ മരുന്നുറ്റിക്കുക, മൂക്കിൽ മരുന്നുറ്റിക്കുക, അതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് എനിക്കൊരു എരിയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൂക്കൊക്കെ അങ്ങനെ ചീറ്റിയിട്ട് അവിടെയൊക്കെ മുറിഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ മരുന്നുള്ളിലോട്ട് എത്തുന്തോറും ഭയങ്കരമായിട്ട് എരിയുന്നുണ്ടായിരുന്നു. പിന്നെ തൊണ്ടയിലേക്ക് കയ്പ്പ് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മിനിറ്റോളം മൂക്കിൽ ഉറ്റിച്ചിട്ട് അങ്ങനെ നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു മൂക്കിന് ഹോള് കുറവാണ് ഗൈസ്, അതുകൊണ്ട് ശ്വാസമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലർജി ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെടും കേട്ടോ, കാരണം ആ മൂക്ക് ഒട്ടും തുറകില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലോണം മൂക്കടപ്പുണ്ട്, അതുപോലെ ജലദോഷം അധികം മാറിയിട്ടില്ല, സൗണ്ടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. ഇനി മൂക്കിലൊക്കെ മരുന്ന് ഇടിച്ചിട്ട് മൂക്കൊക്കെ തുറന്നിട്ടൊക്കെ വർത്താനൊക്കെ പറയാൻ ശരിക്കും പറ്റുള്ളൂ. ഈ മഴക്കാലം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ മരുന്ന് കുടിക്കാനാണ്. 7 മണിക്ക് ഒരു അലർജിയുടെ ഗുളിക ഉണ്ട്, അപ്പോൾ അത് കുടിക്കാൻ കേട്ടോ. എനിക്ക് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഗുളികയാണെങ്കിലും മരുന്നാണെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ മടി കാണിച്ചിട്ട് കാര്യമില്ല, വേഗം മാറിയാലും സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും കൂടെ വരില്ലെന്ന് വിചാരിച്ചിട്ട് വേറെ അലർജിയുടെ മരുന്നെല്ലാം കുടിച്ചു. പിന്നെ അതിനുശേഷം ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും വലിയ കറികളും കാര്യങ്ങളൊന്നുമില്ല, ഉപ്പേരിയും അതുപോലെ മുട്ടപ്പേരി ഉണ്ടായിരുന്നു, ഉണക്കലുണ്ടായിരുന്നു, പിന്നെ ഒന്നുമില്ല കേട്ടോ. കാര്യമായിട്ടൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ മീൻ വാങ്ങാൻ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചാൽ മീനെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മീനും ഇല്ല, ചിക്കനും ഇല്ല, ഒന്നുമില്ല, മുട്ടിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കഞ്ഞിയാണ് ഗൈസ്, കഞ്ഞിയും അതുപോലെ തന്നെ മുട്ടപ്പേരിയും പിന്നെ പയറുപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും കൂട്ടിയില്ല, ഞാൻ ചുമ്മാ കഞ്ഞി മാത്രം 2-3 സ്പൂൺ വാരി കുടിച്ചു, അത്ര തന്നെ ഉള്ളൂ. പിന്നെന്താ ഇന്നത്തെ വീഡിയോ വിശേഷം എത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.